ഇംഗ്ലീഷ് മോശമാണെന്ന പേരിൽ എ റഹീം എംപിയെ ട്രോളുന്നു. ജനാധിപത്യം ഭാഷാ പരീക്ഷയാക്കിയോ? അതോ ജനപ്രതിനിധികളെ അപമാനിക്കാൻ ഭാഷയെ ആയുധമാക്കുന്നു? സോഷ്യൽ മീഡിയ യുഗത്തിൽ ഓരോ വാക്കും ഓരോ പിഴവും ഓഡിറ്റ് ചെയ്യപ്പെടും. ഇംഗ്ലീഷ് അറിയാത്തത് കുറ്റമല്ല, പക്ഷേ തയ്യാറെടുക്കാതെ പോയാൽ റഹീം എപ്പോഴും ഏറിലായിരിക്കും. റഹീമിനെ എതിർക്കുന്ന വാദങ്ങൾ ഇവയാണ്. തയ്യാറെടുപ്പില്ലായ്മയാണ് പ്രശ്നം. വിഷയം പഠിച്ച് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം റഹീമിനുണ്ട്. പൂർവ്വസൂരികൾ സംസാരിക്കുമ്പോൾ ഉള്ളടക്കം ശക്തമായിരുന്നു. ഭാഷയല്ല പ്രശ്നം, ഉള്ളടക്കമില്ലായ്മയാണ് എന്നത് റഹീമിന്റെ പ്രസംഗങ്ങൾ തന്നെ തുറന്നു കാണിക്കുന്നു. ഓരോ പിഴവും രാഷ്ട്രീയ ആയുധമാകും. അതറിയാതെ സംസാരിക്കുന്നത് രാഷ്ട്രീയമായി തന്നെ തിരിച്ചടിയാകും. ട്രോളിനെ വിമർശനമായി കാണാതെ ഭാഷാ പീഡനമായി മാത്രം ചിത്രീകരിക്കുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറലുമാണ്. റഹീമിനെ അനുകൂലിക്കുന്ന വാദങ്ങൾ: ഇംഗ്ലീഷ് പരിജ്ഞാനം ഭരണയോഗ്യതയുടെ മാനദണ്ഡമല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ് എംപിയുടെ യഥാർത്ഥ ചുമതല. ഭാഷയെ ആധാരമാക്കി ട്രോൾ ചെയ്യുന്നത് സാധാരണക്കാരെയും അവരുടെ പ്രതിനിധികളെയും അപമാനിക്കുന്നതാണ്. ഇംഗ്ലീഷ് അറിയില്ലെന്നത് ജനാധിപത്യ തടസ്സമല്ല, പക്ഷേ ഭാഷാ പരിചയം ഇല്ലാതിരുന്നിട്ടും പഠിച്ച് സംസാരിക്കണമെന്ന ആ പാഠം റഹീം പഠിക്കുമോ? ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോടതി 24/7 എയർ ട്രയൽ തുടരും.